അശ്വിൻ്റെ ശ്രുതിയുടെയും നാളത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ശ്രുതിയും അശ്വിനാണെങ്കിൽ ഉമ്മർത്ത് വെച്ചൊന്ന് കൂട്ടിയിടിക്കുകയാണ്. കറക്റ്റ് സമയത്താണ് ശ്രുതിയുടെ കൈ കിടക്കുന്ന ആ ഒരു ബ്രേസ്ലെറ്റാണ് താഴെ വീഴുക. അതാണ് അശ്വിനാണെങ്കിൽ എടുക്കുവാണ്. അപ്പോൾ അശ്വിൻ എടുക്കുമ്പോഴാണെങ്കിൽ അതിന് വലിയ വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ചോദിക്കുക, ഇത് സ്വർണ്ണം തന്നെയാണോ? അല്ല, ഇതാണ് നിന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കൻ നിനക്ക് തന്നത്? ഇത്രയും തരാനുള്ള ഗൾപ്പൊക്കെ ഉള്ള നിൻ്റെ ചെറുക്കന്? അതോ അതിനുള്ള പണവും കാര്യങ്ങളൊന്നും ഇല്ലാല്ലേ? വെറുതെ അതിൻ്റെ മോദം സന്തോഷമില്ലാതെ ഇങ്ങനെ ദുഃഖം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നടന്ന ലൈഫിൽ കുറേ ദുഃഖിക്കുമല്ലോ എന്ന് പറയുകയാണേ. അത് കേട്ടോടെ ശ്രുതിക്കാണ് ആകെ ദേഷ്യം വന്നിട്ടോ. അപ്പോൾ ശ്രുതി കേൾക്കുന്നുണ്ട്. അതിന് സാറിന് എന്താ, സാറിന് ഇത്രയും വലിയ പൈസ കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നിട്ട് സാറിൻ്റെ മുഖത്ത് ഇതുവരെയായിട്ട് അങ്ങനെ സന്തോഷം ഞാൻ കണ്ടിട്ടില്ലല്ലോ. വലിയ പണക്കാരനൊക്കെയാണ്, ഒരു സന്തോഷമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അഭിനയിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ കേൾക്കുന്നതോടെയാണെങ്കിൽ നമ്മുടെ അശ്വിനാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അശ്വിനാണ് ആകെ ദേഷ്യം പറഞ്ഞിട്ടോ. അശ്വിനാണ് ശ്രുതിയുടെ കൈയും പിടിച്ചുകൊണ്ട് നേരെയാണെങ്കിൽ വീടിനകത്തോട്ട് കയറി പോകുന്നതും കാണിച്ചുകൊണ്ടാണ് നാളത്തെ പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത്.